ഭാരതത്തിൽ നിന്നുള്ള മരുന്ന് ഇറക്കുമതി തീരുവ പൂർണ്ണമായി ഒഴിവാക്കി ചൈന. 30% തീരുവയാണ് ഒഴിവാക്കിയത്. ഭാരതത്തിന്റെ മരുന്ന് ഇറക്കുമതിക്ക് അമേരിക്ക 100% തീരുവ ചുമത്തിയതിന് പിന്നാലെയാണ് ചൈനയുടെ നടപടി. ആഗോള നയതന്ത്ര വാണിജ്യ രംഗത്ത് അനുദിനം മാറ്റങ്ങൾ സംഭവിക്കുകയാണെന്ന് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ അടുത്തിടെ പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് ചൈന നികുതി ഒഴിവാക്കിയ വാർത്ത കൂടി പുറത്തുവരുന്നത്. It's not an extrapolation of what has been there in the past. I mean, clearly it's disruptive. But again, the human mind, like, for example, people felt in unpredictability that it'll be a variant, for example, of somebody's second, first term would be different, first term, and then what happens. But what we are seeing is terms are different. Times are different. A few months make a difference. A few weeks make a difference. A few tweets make a difference. So actually, it's really quite I would say, an experience for the world to go through this level of policy changes, of practical impact of that. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ചേരുന്നുണ്ട്. ഐസൺ, ഭാരതവും ചൈനയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാവുകയാണല്ലോ. ഒരു ഘട്ടത്തിൽ നമുക്കറിയാം ഇരു രാജ്യങ്ങളും തമ്മിൽ യുദ്ധത്തിന്റെ വക്കിലേക്ക് എത്തുകയും ഗാൽവൻ സംഘർഷത്തിന്റെ ചരിത്രമൊക്കെ ഏതാണ്ട് 5 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവ വികാസങ്ങളാണ്. പക്ഷേ ഇപ്പോൾ അമേരിക്ക ഒരു ഭാഗത്ത് വലിയ തോതിൽ ഇറക്കുമതി തീരുവ കൂട്ടാൻ ശ്രമിക്കുന്നു, പലതരത്തിലുള്ള പ്രകോപനങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. ഈ ഘട്ടത്തിൽ ഇപ്പോൾ മരുന്നുകൾക്കുള്ള ഇറക്കുമതി തീരുവ പൂർണ്ണമായി ചൈന ഒഴിവാക്കുന്നു എന്ന വാർത്തകളാണല്ലോ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ഐസൺ. തീർച്ചയായും ഗൗതം, ഇപ്പോൾ ചൈന അതായത് ചൈന ഭാരതത്തിൽ നിന്നുള്ള മരുന്ന് ഇറക്കുമതിക്ക് ചുമത്തിയിരുന്ന 30% തീരുവ പൂർണ്ണമായും ഇല്ലാതാക്കിയിരിക്കുന്നു. അതായത് 0% തീരുവയാക്കി മാറ്റിയിരിക്കുന്നു, 0% തീരുവയിലേക്ക് കുറച്ചിരിക്കുന്നു എന്നാണ്. അതായത് 100% തീരുവയും ഒഴിവാക്കിയിരിക്കുന്നു എന്നാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം. അത്തരത്തിൽ നടക്കുന്നൊരു നീക്കത്തിൻ്റെ പശ്ചാത്തലം കൂടി പരിശോധിക്കേണ്ടതുണ്ട്. നമ്മളിപ്പോൾ അല്പസമയം മുമ്പ് കേട്ടത് എസ് ജയശങ്കറിൻ്റെ വാക്കുകളാണ്. എസ് ജയശങ്കർ ഒബ്സർവർ റിസർച്ച് ഫൗണ്ടേഷനിൽ നടത്തിയ ഒരു മറുപടി, അത് ആ ചർച്ചയിൽ നൽകിയ ഒരു മറുപടിയിലാണ് ഇക്കാര്യമുള്ളത്. അത് ഓരോ കാലഘട്ടങ്ങളിലും ഓരോ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നിമിഷങ്ങൾ കൊണ്ട് മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണുള്ളത്. അവസാനം അദ്ദേഹം സൂചിപ്പിച്ചത് 2 ട്വീറ്റുകൾ തമ്മിൽ പോലും വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു, 2 ട്വീറ്റുകൾക്ക് പോലും മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നും അദ്ദേഹം വളരെ കൃത്യമായും സരസമായും അദ്ദേഹം അവതരിപ്പിച്ചത് ഇന്ന് നിലനിൽക്കുന്ന അമേരിക്ക ഭാരത ബന്ധങ്ങളിലെ ചില പ്രത്യേകതകൾ തന്നെയാണ്. ഈ പശ്ചാത്തലത്തിലാണ് മറ്റൊരു രീതിയിൽ നിലനിൽപ്പിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ മറ്റൊരു രീതിയിലുള്ള ബന്ധങ്ങളിലേക്കും മറ്റുള്ള ഈ വാണിജ്യ സമവാക്യങ്ങളിലേക്കുമൊക്കെ ലോകം നീങ്ങുന്നു എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്തത്. ഇതിന് പിന്നാലെയാണ് ഇത്തരമൊരു വാർത്തയും പുറത്തു വരുന്നത്. നമുക്കറിയാവുന്നതാണ്, ഭാരതത്തിൽ നിന്നും വലിയ തോതിൽ ചൈനയിലേക്ക് മരുന്ന് കയറ്റുമതി ചെയ്യുന്നുണ്ട്. ഈ കയറ്റുമതി ചെയ്യുന്ന മരുന്നുകൾ ഇപ്പോൾ ചൈനയിൽ വരുന്നൊരു സാമൂഹ്യ മാറ്റം കൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്കറിയാവുന്നതാണ്, ചൈന ഈ ടിബറ്റൻ മെഡിസിൻ എന്നൊക്കെ പറയുന്നത് പോലെയുള്ള പരമ്പരാഗത ചികിത്സാ രീതികളെ ആശ്രയിക്കുന്നൊരു രാജ്യമാണ്. ആ ആശ്രയിക്കുന്ന രീതിയിൽ നിന്നും മാറ്റം വരുന്ന പുതിയ തലമുറ അവിടെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ആധുനിക വൈദ്യശാസ്ത്രത്തോട് കുറേ കൂടി താല്പര്യം അവിടെയുള്ള യുവാക്കൾക്കുണ്ടാകുന്നൊരു സാഹചര്യമുണ്ട്. സ്വാഭാവികമായും മരുന്ന് ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട അത്തരം കാര്യങ്ങളിൽ ഇടപെടേണ്ട ആവശ്യവും ചൈനയ്ക്ക് വരുമ്പോഴാണ് ഭാരതത്തിൽ നിന്നുള്ള ഇറക്കുമതിക്ക് വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുന്നത്. ഈ 30% താരിഫിൽ നിന്നും 0%ലേക്ക് ചുരുക്കുന്ന ഒരു സാഹചര്യം ചൈനയുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ അതിന് മുമ്പുണ്ടായ ഒരു പശ്ചാത്തലം കൂടി പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. നമുക്കറിയാവുന്നതാണ്, ഈ ബ്രാൻഡഡ് മെഡിസിൻ, അതായത് ഒരു മരുന്നിൻ്റെ ഉൽപ്പന്നത്തിനെ അതിന് ഏതെങ്കിലും പേര് നൽകി വിപണനം ചെയ്യുന്ന ബ്രാൻഡഡ് മെഡിസിനെ 100% അധിക തീരുവ ട്രംപ് ചുമത്തിയത്. ഈ കഴിഞ്ഞ ദിവസമാണ്, 2 ദിവസം മുമ്പാണ് അത്തരമൊരു തീരുമാനമുണ്ടായത്. സ്വാഭാവികമായും ഭാരതവും അമേരിക്കയും തമ്മിലുള്ള വാണിജ്യ ബന്ധത്തിൽ മരുന്നുകളുടെ സാന്നിധ്യത്തിൽ അതൊരു വലിയ വെല്ലുവിളി ഉയർത്തില്ല. കാരണം ജനറിക് മെഡിസിൻസാണ് ഭാരതത്തിൽ നിന്നും വലിയ തോതിൽ കയറ്റുമതി ചെയ്യപ്പെടുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഭാരതത്തിൽ വലിയ തോതിൽ ഉൽപ്പാദനവും അമേരിക്കൻ സ്റ്റാൻഡേർഡുകൾ അനുസരിച്ച് നടക്കുന്നുമുണ്ട്. ഈ മരുന്നുകളുടെ കയറ്റുമതി സംബന്ധിച്ച് വെല്ലുവിളികളില്ല എങ്കിൽ കൂടി ബ്രാൻഡഡ് മെഡിസിൻ്റെ കാര്യത്തിൽ ഇത്തരത്തിലൊരു വെല്ലുവിളി നിലനിൽക്കുക കൂടി ചെയ്യുന്നൊരു സാഹചര്യത്തിൽ സ്വാഭാവികമായും ചൈനയുടെ ഇടപെടൽ ഇക്കാര്യത്തിലൊരു
നയതന്ത്ര തലത്തിലും അന്താരാഷ്ട്ര വാണിജ്യ ബന്ധങ്ങളുടെ ശാക്തീകരണത്തിൻ്റെ കാര്യത്തിലും കൃത്യതയാർന്നതാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. നമുക്കറിയാവുന്നതാണ് ഈ ഭാരതവും അതുപോലെ തന്നെ റഷ്യയും ചൈനയും തമ്മിലുണ്ടായ ഒരു ശക്തമായ ബന്ധം, ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന് ശേഷമുണ്ടായ ശക്തമായ ബന്ധം, യോഗത്തിന് ശേഷമുണ്ടായ ബന്ധം, ആ ബന്ധത്തിൻ്റെ ഒരു റിസൾട്ട് കൂടിയാണ് ഈ പുതിയ നയമെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഏത് വിപണിയാണോ അമേരിക്ക ഭാരതത്തിനും ചൈനയ്ക്കും അതുപോലെ തന്നെ ഒരു പരിധിവരെ റഷ്യയ്ക്കും നിഷേധിക്കുന്നത്, അതേ വിപണിയുടെ സാധ്യതകൾ ഉപയോഗിച്ച് ആ ഗ്യാപ്പ് നികത്തുക എന്ന കൃത്യമായൊരു നയതന്ത്ര വാണിജ്യ ഇടപെടലാണ് ഭാരതം നടത്തുന്നത്. ചൈനയും അതിനോട് അനുകൂലമായി പ്രതികരിക്കുന്നു എന്നാണ് ഈ തീരുമാനത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗൗതം. യെസ്, ഭാരതത്തിൽ നിന്നുള്ള മരുന്ന് ഇറക്കുമതിക്ക് തീരുവ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് വലിയൊരു നീക്കം ചൈനയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുകയാണ്. അമേരിക്ക ഭാരതത്തിന് മേൽ ഇറക്കുമതി തീരുവയുമായി ബന്ധപ്പെട്ട പ്രകോപനങ്ങൾ ഒരു ഭാഗത്ത് സൃഷ്ടിക്കുന്നതിനിടയിലാണ് ചൈന ഭാരതവുമായി കൂടുതൽ അടുക്കാനുള്ള ശ്രമം നടത്തുന്നത് എന്നതാണ് ശ്രദ്ധേയം. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസാണ് ഈ വളരെ പ്രധാനപ്പെട്ട വാർത്തയുടെ അപ്ഡേറ്റ്സ് നൽകിയത്.